റാം നാരായൺ റാം ഒരു ജീവചരിത്രത്തിൽ 10,000 ജീവിതങ്ങളുടെ എല്ലാം അവസാനിപ്പിക്കേണ്ടി വരുമെങ്കിൽ ചില കഷ്ടതകളെ നേരിടേണ്ടതായിരിക്കും. ദുരിതം അനുഭവിക്കുമ്പോഴും അതിൻ്റെ വലിയൊരു പങ്ക് ടാഗോറിന് വഴിയാക്കിയാണ് പോകുന്നത്. അധിക ഭാഗം ഗുരുവിന് വഴിയാകുന്നു. നിങ്ങൾക്ക് പലതരം കഷ്ടതകളെ നേരിടേണ്ടി വരും. മറ്റൊന്നുമല്ല, പക്ഷേ കഷ്ടതയുടെ സമയത്ത് മനസ്സും ബുദ്ധിയും ശരിയായി നിലനിർത്തുക. മനുഷ്യൻ്റെ മനസ്സ് സംശയപരമായതും ഒപ്പമുള്ളതും ദ്വന്ദ്വത്തിലിരിക്കുന്നതും ആകയാൽ തുഫാനുകൾ വരേണ്ടതായിരിക്കും. എന്തിരുന്നാലും നിങ്ങൾ ലഭിച്ച മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറപ്പായ മോക്ഷം ലഭിക്കും. നിങ്ങളുടെ വേണ്ടി ആ വെളിച്ചത്തിൻ്റെ വഴി, ജ്ഞാനത്തിൻ്റെ വഴി, സിദ്ധിയുടെ വഴി, നിർവ്വാണത്തിൻ്റെ വഴി എല്ലാം വളരെ വ്യക്തമാകും. ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ ഞാൻ വളരെയധികം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? കാരണം ഇത് സ്ഥിരമല്ല. ഇന്നുള്ളത് നാളെയില്ലാത്തതാണെങ്കിൽ അതിനായി ആരാണ് ചെയ്യുന്നത്? 14 വർഷത്തിനായി ആരും തങ്ങളുടെ പരിസരം ഒരുക്കാറില്ല. ഒരു ആളോട് തുറന്ന ഇടത്തിൽ 1 വർഷത്തേക്ക് വീടുണ്ടാക്കാൻ പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ പോലും അയാൾക്ക് 1 വർഷത്തിന് ശേഷം മരണം ഉണ്ടെന്ന് അറിയാമെങ്കിൽ അവൻ അവിടെ ഒരു വീടുണ്ടാക്കാൻ പോകുമോ? അവൻ എങ്കിലും ഒരു തന്ത്രി കയറ്റിയിട്ട് തന്നെ സമയം കഴിക്കും.